വിലയ്ക്ക് ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനുള്ളതെന്ന് KB ഗണേഷ് കുമാർ MLA പറഞ്ഞു. റംസാൻ ഓണം സഹകരണ വിപണി പത്തനാപുരം ത്രിവേണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സ്ഥാപനം ഇവിടെ മെഗാ സൂപ്പർ മാർക്കറ്റായി ഉയർന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള സ്ഥാപനമാണ് എന്ന് മാനേജറുടെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരിയായ മാനേജർ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം അറിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത് എന്റെ നേതൃത്വത്തിലാണ്. ശ്രീ MV രാഘവൻ കേരളത്തിലെ സഹകരണ മന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ ഈ സ്ഥാപനം തുറന്നുമ്പോൾ പത്തനാപുരത്തെ വ്യാപാരികളിൽ പലരും പറഞ്ഞു ഇത് വില കുറച്ച് സാധനം കൊടുക്കാൻ തുടങ്ങിയാൽ ഞങ്ങളുടെ വയറ്റത്തടിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ വില കുറച്ച് നല്ല സാധനങ്ങൾ കൊടുക്കുന്നു, ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തും. അതോടൊപ്പം തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടങ്ങൾക്ക് യാതൊരു കുറവുമില്ല, അവർക്ക് ആർക്കും ഒരു ദോഷവും വന്നില്ല. പക്ഷെ നമുക്ക് അഭിമാനിക്കാൻ കഴിയും കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റോർ. അതായത് നല്ല സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു. കളക്ഷൻ കൂടുതൽ കിട്ടുക എന്നുള്ളതല്ല. 1.5 ലക്ഷം രൂപ ഒരു ദിവസം കച്ചവടം നടത്തുന്നതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ സാധാരണക്കാരും പാവങ്ങളുമായ ആളുകൾ ഈ സ്ഥാപനത്തെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മൾ അഭിമാനിക്കുന്നത്. റംസാൻ ഓണം പോലുള്ള വിശേഷ ദിനങ്ങളിലാണ് ചില കച്ചവടക്കാർ പൂഴ്ത്തിവയ്പിലൂടെ കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളിൽ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാരം സാമൂഹ്യ സേവനമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CR നജീബ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M ഷേഖുപരീദ്, കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ തങ്കച്ചി പ്രഭാകരൻ, കുന്നത്തൂർ ബാലൻ, കൺസ്യൂമർ ഫെഡ് മാനേജർമാരായ VC ഉഷ, ശശികല എന്നിവർ പ്രസംഗിച്ചു. ആഗസ്റ്റ് 1 മുതൽ 15 വരെയാണ് റംസാൻ ഓണം സഹകരണ വിപണനമേള നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.